എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ നിശബ്ദമായിരിക്കുന്ന ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ട്. തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണമല്ല, അതൊരു വ്യക്തിക്ക് നേരെയുണ്ടായ ആക്രമണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടും, മാത്രമല്ല മറുനാടൻ മലയാളി എന്നത് ഒരു മാധ്യമ സ്ഥാപനമേ അല്ല എന്നൊരു നിർവചനം നൽകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു സോക്കോൾഡ് നെറേറ്റീവിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്നും, മാധ്യമ സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ആക്രമണത്തെ അല്ലെങ്കിൽ അതിനെതിരെ ഉണ്ടാവുന്ന ഏതൊരു പ്രവൃത്തിയെയും എതിർക്കേണ്ടത് ആവശ്യമാണെന്നും, അത് അത്തരമൊരു ധാർമ്മികത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടുന്നൊരു കടമയും ബാധ്യതയും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി തന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാർത്താ മാധ്യമം ഇന്നലെ മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചർച്ച നടത്തി. കൃത്യമായി മറുനാടൻ ഷാജനുമായി സംസാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിനു വി ജോൺ നയിച്ച ചർച്ചയുണ്ടായിരുന്നത്. വളരെ മനോഹരമായ ചർച്ചയായിരുന്നു, ജനാധിപത്യമുണ്ടായിരുന്നു. കൃത്യമായി വന്ന എല്ലാ ആളുകളും ഈ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതകൾക്കെതിരെ ശബ്ദിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്ന ഒരു ചർച്ചയാണ്. ഇതുപോലെ തന്നെ മറുനാടൻ മലയാളി വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചാനലും ചർച്ച നടത്തി. അത് മീഡിയ വണ്ണാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചർച്ചാ പരിപാടിയായ ഔട്ട് ഓഫ് ഫോക്കസിൽ കൂടിയായിരുന്നു. ഇതിൽ പ്രധാനമായും 3 ജേർണലിസ്റ്റുകൾ ഇരുന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവർ പ്രധാനമായും 3 വിഷയങ്ങളാണ് എടുത്തിരുന്നത്. അതിൽ 3ാമത്തെ വിഷയമായാണ് മറുനാടൻ മലയാളി എഡിറ്ററിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. തുടക്കത്തിൽ കായികമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും അതങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നും 2 സെന്റൻസ് പറഞ്ഞതിന് ശേഷം പിന്നീട് ചർച്ചയ്ക്കൊടുക്കം തല്ലിയത് നന്നായി എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് ആ ചർച്ചകൾ പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ തന്നെ നമുക്കറിയാം, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിച്ചൊരു കാര്യം, തൊടുപുഴയിൽ നിന്നല്ല ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്നും മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് നേരെ നടന്നത് കൃത്യമായ വ്യക്തി വൈരാഗ്യമാണെന്ന് അവർ പറഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി കൊടുത്ത ഒരു വാർത്ത, അല്ലെങ്കിൽ മറുനാടൻ ഷാജൻ ചെയ്ത ഒരു വാർത്തയാണ് ഇയാളെ ചൊടിപ്പിച്ചതെന്നും, അതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളിയുടെ തമ്പുകളെക്കുറിച്ചും അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചും കേവലം ഒരു ആത്മഹത്യ മാത്രമായിരുന്നു അതെന്നും, എന്നാൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആളുടെ ഭാര്യ മരിച്ച അനുഷ ഒരു വിഷാദ രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസ് ആ തരത്തിൽ ഒതുക്കപ്പെടേണ്ട ഒന്നായിരുന്നു, അല്ലെങ്കിൽ ആ കേസ് ആ വിധത്തിൽ തീർക്കപ്പെടേണ്ടത് ഒന്നായിരുന്നു എന്നും, എന്നാൽ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ അഭിപ്രായം പറയുന്ന രീതിയാണ് ഷാജിൻ സ്കറിയ അവലംബിച്ചതെന്നും അതിന് നേരെയുള്ള ആക്രമണമായിരുന്നു ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയും കൂട്ടരും നടത്തിയതെന്ന് പറഞ്ഞ് ഈ വിഷയത്തെ അവർ ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ അനുഷ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അത് വിവാദമാക്കിയത് മറുനാടൻ മാത്രമല്ല, ധാരാളം പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കേവലം 2 മാസത്തിനുള്ളിൽ ഒരു നവവധു ആത്മഹത്യ ചെയ്തതിൽ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതിന്റെ പുറത്താണ് മറുനാടൻ മലയാളിയും അത് റിപ്പോർട്ട് ചെയ്തത്. എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നൊരു സാധനത്തിൽ, ഒരു വാർത്തയിൽ മറുനാടൻ മലയാളി മാത്രം അതിലൊരു അജണ്ട സെറ്റ് ചെയ്തതൊന്നുമല്ല. മാത്രമല്ല, ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഇയാൾ ആ നാട്ടിലെ എണ്ണം പറഞ്ഞ ഗുണ്ടകളിൽ ഒരാളാണെന്നും നാട്ടുകാർക്ക് ഏറ്റവും വലിയ ശല്യമായ ഒരാളാണെന്നും വ്യക്തമായ നിരവധി തെളിവുകളുണ്ട് അവിടെ. ഇയാൾ തിയേറ്റർ ആക്രമിച്ചതും, ഇയാൾ ഗുണ്ടാപ്രവർത്തനം നടത്തുന്നതും, ഇയാൾ നാട്ടുകാർക്ക് ഒരു സാമൂഹിക അധികപ്പറ്റായി മാറിയതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ കാപ്പ ചുമത്താതെ ഇരുത്തുന്നത് ഇയാൾക്ക് പാർട്ടി കൊടുക്കുന്ന ഒരു പിൻബലം അവിടെ ഉള്ളത് കൊണ്ടാണെന്നും ഇതൊക്കെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അയാളുടെ വൈരാഗ്യം തീർത്തതാണെന്നുള്ള ലളിതവൽക്കരണം എന്തായാലും ഇവിടെ വിലപ്പോകുന്ന ഒന്നല്ല. മറ്റൊന്നാണ് മറുനാടൻ മലയാളി ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനം അല്ല എന്നുള്ളത്. അതിൽ മാധ്യമ ധാർമ്മികതയില്ല എന്നാണ്. ഇത് ആരാണിത് പറയുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. മൗദൂദികളുടെ ഫണ്ടും മേടിച്ച മൗദൂദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലിൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായ യഹ്യ സിൻവറെ പുണ്യാളനായി ചിത്രീകരിക്കുന്ന ചാനലിൽ നിന്നാണ് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു ഇത്തരം വിഷയങ്ങളേക്ക് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇവർക്ക് എന്ത് ധാർമ്മികതയുണ്ട്? ഇവർ നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന നിരോധിക്കപ്പെട്ട ഒരു ചാനലായിരുന്നു. ഇവരുടെ ഫണ്ടിങ് എങ്ങനെയാണെന്നും ഇവർക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകൾ ഏതൊക്കെയാണെന്നും ഇവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയതയും സാമുദായിക ധ്രുവീകരണവും ഉണ്ടാക്കി നാട്ടുകാരെ തമ്മിൽ തല്ലിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സാരോപദേശം പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളിക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ജാർഗണുകൾ ഇവിടെ ഏൽക്കില്ല എന്ന് പറഞ്ഞു വെക്കട്ടെ. പിന്നെ കേവലം
കുറേയധികം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും മറുനാടൻ മലയാളി ടാബ്ലോയിഡ് ജേർണലിസം ആണെന്നും മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാദിൻ സ്കറിയ കേവലം ഒരു യൂട്യൂബർ ആണെന്നും ഒക്കെ പരിഹാസപൂർണ്ണനെയാണ് ഇവർ സംസാരിക്കുന്നത്. നോക്കൂ, മറുനാടൻ മലയാളിക്കും ചീഫ് എഡിറ്റർ ഷാദിൻ സ്കറിയയ്ക്കും നേരെ പ്രധാന ആരോപണം ഈ ഷാദിൻ സ്കറിയ SSLC പോലും പാസ്സാവാത്ത വെറും ഒരു യൂട്യൂബർ മാത്രമാണെന്നൊരു പ്രൊപ്പഗൻഡയാണ്. യൂട്യൂബിൽ മാത്രം വാർത്തകൾ ചെയ്യുന്നതിനാൽ അത് ടാബ്ലോയിഡ് ജേർണലിസം ആണെന്നുമൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്ന നിരവധി അന്തംകമ്മികളുണ്ട്, അല്ലെങ്കിൽ അന്തംകമ്മികളുടെ നുണ ഫാക്ടറികളിൽ നിന്നും അടിച്ചിറക്കി വിടുന്ന ചില കാര്യങ്ങളാണിത്. ഇതൊക്കെ തന്നെയാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, യൂട്യൂബിലേക്ക് പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കുറച്ചു കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാധ്യമപ്രവർത്തനം തുടങ്ങിയ ആളാണ് ഷാദിൻ സ്കറിയ. ഏകദേശം 2.5 പതിറ്റാണ്ടിലേറെയായി ജേർണലിസം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീപികയിലാണ് അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട്. 3 ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അതായത് അങ്ങനെ ഒരാളെ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകനല്ല യൂട്യൂബർ ആണെന്ന് വിശേഷിപ്പിക്കുന്നത് അവഹേളിക്കാൻ വേണ്ടിയാണ്. അതൊന്നും എന്തായാലും നമ്മുടെ അടുത്ത് ചിലവാകുന്ന ഒന്നല്ല. നോക്കൂ, സത്യത്തിൽ കേരളത്തിൽ ഇന്റർനെറ്റ് സാർവത്രികമായി വരുന്ന തുടക്കഘട്ടത്തിൽ മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത് ആ സാധ്യത ഉപയോഗിച്ചത് കൊണ്ടാണ്. ആ സാധ്യത ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ്? അന്ന് മുഖ്യധാര പത്രങ്ങൾ ഓൺലൈനിലേക്ക് വന്നിട്ട് പോലുമില്ല. പരസ്യദാതാവിനെതിരെയുള്ള വാർത്തകൾ എല്ലാം മുക്കുക എന്നുവരെയുള്ളൊരു പരമ്പരാഗത രീതിയുണ്ട്. അതായത് പരസ്യം ലഭിച്ചാലേ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ അതൊക്കെ മുക്കിക്കളയുക, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെതിരെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ സാമ്പത്തിക സാമുദായിക താല്പര്യങ്ങൾ മുൻനിർത്തി അവർ ഒഴിവാക്കിയ പല വാർത്തകളും ധൈര്യപൂർവ്വം പ്രസിദ്ധീകരിച്ചത് മറുനാടനാണ്. എത്രയോ അധികം ആളുകളുടെ ജീവൻ രക്ഷിച്ച കഥകളുണ്ട്. എത്രയും അധികം ആളുകൾക്കിടയിലേക്ക് ഒരു വിശ്വാസ്യത കൊണ്ടുവരാൻ മറുനാടന് സാധിച്ചത് മറ്റൊരു മാധ്യമവും പറയാത്ത രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തതുകൊണ്ടാണ്. അതായത് എന്നും പ്രതിപക്ഷത്തായിരുന്നു ഷാജനും മറുനാടനും എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു അതിശയോക്തിയൊന്നും കാണേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഞാൻ മറുനാടൻ മലയാളിയിലേക്ക് വന്നത് കുറച്ച് നാളുകളേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപൊക്കെ മറുനാടൻ മലയാളിയെ പുറത്തുനിന്നും വീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ മറുനാടൻ മലയാളി ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ഭരിക്കുന്ന കാലത്ത് നിശിതമായി ആ സർക്കാരിനെ വിമർശിക്കുമായിരുന്നു. പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് അദ്ദേഹം തീർത്തും അവർ വില്ലനെ പോലെയാക്കുന്നത്. അതായത് കോൺഗ്രസിനെ പോലെയല്ല, വിമർശനങ്ങൾ അവരുടെ ശത്രുതാപരമായിട്ടാണ് CPM എടുക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയത പറഞ്ഞ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി നാട്ടുകാരെ തമ്മിൽ തല്ലിക്കുന്നവരിരുന്ന് ഈ സാരോപദേശം മറുനാടിനെതിരെ നൽകുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ശരിയാണ് വരുന്നത്. അതിൽ ഇവർ പ്രധാനമായും പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് 127 കേസുകൾ മറുനാടിനെതിരെയുണ്ട്. അപ്പോൾ ഇത്രയും കേസുകൾ കൊടുത്തിട്ടും ഇയാളെ ശിക്ഷിക്കാതെ കോടതികൾ വെറുതെ വിടുകയാണ്. അതായത് ഈ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കൊണ്ടാണ് മറുനാടനെ പോലെയുള്ള ആളുകൾ, അതായത് ഹാബിച്വൽ ഒഫൻഡേഴ്സ്, ഇപ്പോഴും തെരുവിൽ നടക്കുന്നതെന്നും അവർക്ക് ഇത്തരത്തിൽ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നെന്നുമാണ്. നോക്കൂ, 127 കേസുകൾ എന്ന് പറഞ്ഞാൽ മറുനാടൻ മലയാളിക്കെതിരെ കൊടുത്തിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ ക്രിമിനൽ കേസുകളാണ്. നിങ്ങളോട് ആരോട് പറഞ്ഞത്? കേസ് ആർക്കും കൊടുക്കാം അല്ലേ? പക്ഷേ അത് തെളിവുകളൊക്കെ നിരത്തി അത് കോടതിയിൽ വാദിച്ച് തെളിയിക്കപ്പെടണമെന്ന് മാത്രമാണുള്ളത്. അതിനൊന്നും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കൊടുത്ത കേസുകളിലൊക്കെ തന്നെ കള്ളക്കേസുകളായതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാദിൻ സ്കറിയ ഇട്ട് ഓടിക്കാൻ പറ്റുമെന്നതിനേക്കാൾ ഉപരിയായി ഇതുവരെ ജയിലടയ്ക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഈ നാട്ടിലെ കോടതികളെയാണോ എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. നമുക്ക് PV അൻവർ കൂടി വന്നതോടുകൂടിയാണ് സർക്കാർ സ്പോൺസേഡായി ഷാജൻ വേട്ട കേസുകളും ഒക്കെ ഉണ്ടാവുന്നത്. മറുനാടിനെ പൂട്ടിക്കുമെന്നായിരുന്നു നിലമ്പൂർ MLA ആയിരുന്ന അൻവറിന്റെ പ്രധാനപ്പെട്ട ഭീഷണി. ഇതിനുവേണ്ടി ബാലിശമായ നിരവധി ആരോപണങ്ങൾ അവർ ഉയർത്തിവിട്ടു. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം പോലീസിന്റെ വയർലെസ് സെറ്റ് വരെ ചോർത്തുന്ന ഒന്നായി മറുനാടൻ മലയാളി മാറി എന്നുള്ളതാണ്. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളൊക്കെ വെച്ച ഷാദിൻ സ്കറിയ കേരള പോലീസിന്റെ വയർലെസ് സെറ്റ് വരെ ചോർത്തുന്നു എന്ന പരാതി നൽകി പോലീസിനെ സത്യത്തിൽ അന്ന് അമ്പൂക്ക ഞെട്ടിച്ചു കളയാണ് ഉണ്ടായത്. പ്രാഥമിക ബോധം പോലുമില്ലാതെ ഇത്തരത്തിൽ നിരവധി വ്യാജ പരാതികളുണ്ട്. അതേ വ്യാജ പരാതികൾ എടുത്തു വെച്ചതിന് ശേഷം നോക്കൂ, ഇയാൾക്കെതിരെ കേസുണ്ട്, എന്തുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നു? കേസ് എടുത്താൽ ഉടനെ തെളിവുകൾ ഒന്നുമില്ലാതെ പോലും ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഇയാളുടെ നാവരിയേണ്ടതാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതെന്തൊരു മാധ്യമധർമ്മമാണ്? ഈ അമ്പൂക്കയുടെ കേസുകളൊന്നും ഒരു വഴിക്ക് പോകാതെ വന്നപ്പോഴാണ് PV ശ്രീനിജനെ ഇവർ നിരത്തിലിറക്കുന്നത്. PV ശ്രീനിജന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന കേസ് വരുന്നത്. ശ്രീനിജനെ വിമർശിക്കുന്ന ഒരിടത്തും ഷാജൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നില്ല. ഈ കേസിൽ ഷാജൻ വാദിച്ച് സുപ്രീം കോടതി വരെ എത്തി. അന്ന് സുപ്രീം കോടതി നടത്തിയ വിധി സത്യത്തിൽ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ വിമർശിച്ചതിന്റെ പേരിൽ SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് എടുക്കരുത് എന്നായിരുന്നു പറഞ്ഞത്.
അതായത് മറുനാടൻ ഷാജൻ പോയി പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ മറുനാടൻ ഷാജൻ അനുകൂലമായാണ് കോടതി നിന്നത് എന്നത് കോടതിക്ക് മറുനാടൻ ഷാജനോട് പ്രത്യേകിച്ച് വാത്സല്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് മറുനാടൻ ഷാജന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ കേസിൽപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വിധിയാണ് അന്ന് സുപ്രീം കോടതി വന്നത്. മാത്രമല്ല, മുൻകൂട്ടി അറിയിക്കാത്ത അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. പക്ഷേ ഷാജനെ കള്ളക്കേസിൽ കൊടുക്കാൻ പല ഘട്ടങ്ങളിൽ നോക്കി പിണറായി പോലീസ് പക തുടർന്നു. ഈയിടെയാണ് വ്യാജ കേസിൽ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പോലീസ് അദ്ദേഹത്തെ പിടികൂടുന്നതും കോടതി അന്ന് രാത്രി തന്നെ മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം അനുവദിച്ചതുമെല്ലാം. ഇത് കോടതിക്ക് എന്തെങ്കിലും തരത്തിൽ മറുനാടൻ ഷാജനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, അയാളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്. നിയമപോരാട്ടത്തിലൂടെ ഷാജന് ശബ്ദമടക്കാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി തല്ലി തോൽപ്പിക്കാമെന്ന നിലയിൽ CPM നീങ്ങുന്നത്. അതിന് പറ്റിയ നുണകൾ ഇങ്ങനെ ഓരോ ദിശയിൽ നിന്നും വരുന്നു. അടിച്ചത് നന്നായി എന്ന് പറഞ്ഞു വെക്കുന്ന ആ ചർച്ച ചെയ്യുന്ന ആൾക്കാരോട് ആകത്തുകയിൽ പറയാനുള്ളത്, നാളെ നിങ്ങൾക്ക് നേരെയും ഇത് വരാം. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ആ ചർച്ചയിൽ മീഡിയ വണ്ണിനെ വിശേഷിപ്പിക്കുന്നത് മത തീവ്രവാദ സംഘടന എന്നാണ്. മൗദൂദിസം എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ മാനവിക വിരുദ്ധമായുള്ള, ഏറ്റവും അധികം മനുഷ്യനെ കൊന്നു തിന്നാൻ പറയുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ പിൻപറ്റുന്ന ആളുകൾ ഇരുന്നാണ് ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ സാരോപദേശം കൊടുക്കുന്നത്. നോക്കൂ, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നിലവിൽ പിണറായി സർക്കാരിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇവർ നോട്ടപ്പുള്ളികളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേസ് കൊടുത്താൽ ഇവരെയൊന്നും വീഴ്ത്താൻ സാധിക്കാത്തത് കൊണ്ട് ഭരണപരമായ സ്വാധീനമുള്ളതിനാൽ ഇവരെയൊക്കെ അങ്ങ് തല്ലി തെരുവിൽ തീർത്തേക്കാം എന്നുള്ളതാണ് ഇവരുടെ തിട്ടൂരം. അതിനെതിരെയാണ് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത്. അതുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് നടത്തുന്ന ആളുകളോടാണ്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സാരോപദേശമൊന്നും തന്ന് ഞങ്ങളെ കൂടി ചിരിപ്പിക്കരുത്. നന്ദി, നമസ്കാരം.